കഥയുടെയും കഥാപാത്രങ്ങളുടെയും സംഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ വളരെ സാങ്കല്പികമാണ്. ഇതിൽ ഏതെങ്കിലും സമയം യാഥാർത്ഥ്യ ഘടകങ്ങളുമായി പൂർണ്ണമായും ആകസ്മികമാണ്. ഈ വീഡിയോ വെറുമൊരു കലാപരമായ സൃഷ്ടിയാണ്. ഏതൊരു വ്യക്തിയെ സമൂഹത്തെ അപമാനിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. പ്രേക്ഷകർ ഇതിനെ വിനോദ ലക്ഷ്യത്തോടെ കാണുമെന്ന് വിനോദം നടത്തിയിരുന്നു. പുതിയ സ്റ്റോറി, പുതിയ കഥയാണ്. അപ്പോൾ പുതിയ ക്യാരക്ടേഴ്സിനെ പരിചയപ്പെട്ടാലോ? ഇവൻ ഇഷ്വേക്, അല്ലെങ്കിൽ ഇഷ്ക്, an ambitious architect. പുള്ളിക്കാരന് മിനിമൽ ഡിസൈൻസിനോടാണ് താല്പര്യം. ഈ മിനിമൽ ഡിസൈൻസ് എത്രത്തോളം പ്രകൃതിയുമായി ബ്ലെൻഡ് ചെയ്യാം എന്ന ചിന്തയാണ് പുള്ളിക്കെപ്പോഴും. ഇത് ദേവ്, a psychology professor, also researcher. മനുഷ്യരോടുള്ള പെരുമാറ്റവും ഇമോഷണൽ ഇന്റലിജൻസിനെയും കുറിച്ച് പഠിക്കുന്നയാളാണ് ഇദ്ദേഹം. കൂട്ടുകാരുടെ ഇടയിൽ ഏറ്റവും വലിയ ഉപദേശി ഈ ദേവനാണ്. വീർ ഒരു ഫ്രീ തിങ്കർ അറിയപ്പെടുന്ന ഒരു പെയിന്ററാണ്. അദ്ദേഹത്തിന്റെ ഓരോ വരയ്ക്കപ്പെടുന്ന ചിത്രങ്ങളും നിറവും പ്രകാശവും നിറഞ്ഞതും. ആ ചിത്രങ്ങൾ എവിടെ പ്രദർശിപ്പിച്ചാലും ആ സ്ഥലത്തിന് ജീവൻ നൽകുന്ന ഒരു ചിത്രകാരനും കൂടിയാണ്. ഭയങ്കരമായ സാഹിത്യം അദ്ദേഹത്തിന്റെ ഓരോ പെയിന്റിങ്ങിനും വാക്കുകളിലൂടെ പറയാൻ പറ്റാത്ത വിധം ഇമോഷൻസ് നിറച്ചാണ് വരയ്ക്കാറ്. ഇത് റയാൻഷ്, അറിയപ്പെടുന്ന ഒരു മ്യൂസീഷ്യൻ, ഓൾസോ കമ്പോസർ. തന്റെ വികാരങ്ങൾ സംസാരിച്ച് തീർക്കുന്നതിന് പകരം സംഗീതത്തിലൂടെയാണ് പ്രകടിപ്പിക്കുന്നത്. ഇയാളാണ് ഋഷാദ്, റയാൻഷിന്റെ പ്രിയ ഇരട്ട സഹോദരൻ. റയാൻഷിന്റെ സംഗീതവും കമ്പോസിംഗും ഒക്കെ ടെക്നിക്കലി കൺട്രോൾ ചെയ്യുന്നത് ഈ പുള്ളിയാണ്. അതെ, സൗണ്ട് എഞ്ചിനീയർ. ദിസ് ഈസ് നിതിൻ, ഒരു ബ്രില്യന്റ് നോവലിസ്റ്റ് ആൻഡ് പോയറ്റ്. അദ്ദേഹത്തിന്റെ ഡീപ്ലി റിട്ടൺ വർക്ക്സ് ഒക്കെ ആൾക്കാരെ കൂടുതൽ ഇൻസ്പയർ ചെയ്യിക്കുന്നതാണ്. ഹിസ് റൈറ്റിംഗ്സ് ആർ ക്വൈറ്റ് കോംപ്ലക്സ്. ഇയാളാണ് ജയ്, പ്രകാശവും പോസിറ്റീവ്നെസ്സും പരത്തുന്ന ഒരു പാവം മോട്ടിവേഷൻ സ്പീക്കർ. അറ്റ് ലാസ്റ്റ് അർജുൻ, വളരെ മികച്ച ഒരു ഫോട്ടോഗ്രാഫർ, ഓൾസോ ഫിലിം മേക്കറാണ് ഇയാൾ. ജീവിതത്തിലെ റിയൽ ആൻഡ് റോ ആയിട്ടുള്ള മൊമെന്റ്സ് സിനിമാറ്റിക് ആയി കൺവേർട്ട് ചെയ്യണമെങ്കിൽ അർജുൻ മാത്രം മതി. സോ അത്രയേ ഉള്ളൂ ഇൻട്രൊഡക്ഷൻ. ഇനി നമുക്ക് കഥയിലേക്ക് പോയാലോ? ലെറ്റ്സ് ഗോ. ഒരു മഴ നിറഞ്ഞ വൈകുന്നേരം ഇഷ്വികിനെ ദേവ് ഒരു ആർട്ട് ഗാലറിയിലേക്ക് വലിച്ചിഴക്കുകയാണ്. ഇഷ്വിക് അങ്ങനെ പുറത്തു പോകുന്ന കൂട്ടത്തിലല്ല, ബട്ട് ഇന്നെന്തോ അവന് പോവാൻ തോന്നി. ചിലപ്പോൾ ജനലിലൂടെ പൊഴിയുന്ന മഴയാവാം, തണുത്ത കാറ്റാവാം. ഇന്നെന്തോ വലുതായി സംഭവിക്കുമെന്ന് അവന് തോന്നി. ഇഷു, നീ ഒന്ന് വന്നേ. നിനക്കിവിടെ വരണ്ടാന്ന് കാണിക്കുന്ന ഈ അഭിനയം നിർത്തിക്കോ. നിനക്ക് വർക്കിൽ നിന്നും ഒരു ബ്രേക്ക് വേണ്ടേ? Let's enjoy the night, man. Trust me, നിനക്ക് ഈ സ്ഥലം എന്തായാലും ഇഷ്ടാവും. ഓ, എനിക്ക് തന്നെ അറിയത്തില്ല ഞാൻ എന്താ ഇവിടെ എന്ന്. ആർട്ട് റിയലി? എനിക്ക് ഇങ്ങനെ തൊടാനും പിടിക്കാനും പറ്റുന്ന സാധനങ്ങളോടാണ് താല്പര്യം, അല്ലാതെ ഈ അബ്സ്ട്രാക്ട് നോൺസെൻസ് ഒന്നുമല്ല. അതെ അതെ, നിനക്ക് കോൺക്രീറ്റ് കാർഡുകളോടാണല്ലോ പണ്ടേ താല്പര്യം. എന്റെ പൊന്നു മോനെ, ഒന്ന് ഞാൻ പറയുന്ന ആൾക്ക് ജസ്റ്റ് ട്രൈ ഇറ്റ്. ചിലപ്പോ ഈ ചിത്രങ്ങൾ നിന്നോട് എന്തെങ്കിലും പറയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലോ? ആ ശരി ശരി, ചെല്ല്. അവർ ആ ഗാലറിയിലൂടെ നടന്നു. അപ്പോഴാണ് ഇഷ്വിക പ്രത്യേക പെയിന്റിംഗ് കണ്ട് അതിശയിക്കുന്നത്. It's strange. It's like
എല്ലാം തകരാൻ പോകുന്നത് പോലെ, ബട്ട് ഇറ്റ്സ് ഹോൾഡിങ് ടുഗദർ. എന്തോ ജീവനുള്ളത് പോലെ തോന്നുന്നു. എനിക്ക് തോന്നി നിനക്ക് കത്തുവെന്ന്. ഇത് വീറിന്റെ പീസാണ്. അവന്റെ സ്റ്റൈലേ നീ പറഞ്ഞതുപോലെ കൺട്രോൾ കെയോസ് ആണ്. കണ്ടോ, ആ ഷേപ്സ് ഒക്കെ കറക്റ്റ് ആണെങ്കിലും കളേഴ്സ് ബ്ലെൻഡ് ആവുന്നത്. ഇറ്റ്സ് ലൈക്ക് എവറി എലിമെന്റ് ഇസ് ഫൈറ്റിംഗ് വിത്ത് ഇറ്റ് സെൽഫ്. പക്ഷെ അതിന്റെ സൗന്ദര്യം അതാണ്. കൺട്രോൾഡ് കെയോസ്. യെസ്, ഐ ക്യാൻ സീ ദാറ്റ്. അപ്പം there is meaning in the mess, you know. എക്സാക്ട്ലി. നീ അവനെ കണ്ടു നോക്ക്. ഇതിന് പിന്നിൽ വലിയൊരു ഫിലോസഫി തന്നെ അവന് പറയാനുണ്ടാവും. അവൻ നീ ആർട്ടിനെ കാണുന്ന രീതിയെ മാറ്റിത്തരും. ഒരുപക്ഷെ ജീവിതത്തെ കാണുന്ന രീതി പോലും. ഹായ്, നിനക്കിത് ഇഷ്ടായോ? അത് പിന്നെ ഇറ്റ്സ് ഇൻട്രസ്റ്റിംഗ്. എനിക്ക് അങ്ങനെയൊന്നും മനസ്സിലായില്ല, ബട്ട് എന്തോ എനിക്ക് കണ്ണെടുക്കാനും തോന്നുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ, ഇവനാണ് ഇത് പെയിന്റ് ചെയ്തത്. വീർ meet Ishvik. Ishvik made the artist who created this chaotic masterpiece. പുറമേന്ന ഭാവമൊന്നുമില്ലെങ്കിലും അകമേന്ന് ഇഷ്വിക്കിന്റെ ഹൃദയത്തിന്റെ ഒരു ബീറ്റ് ടപ്പേ എന്ന് പറഞ്ഞ് സ്കിപ്പടിച്ചു. തന്റെ മുന്നിൽ നിൽക്കുന്നയാൾ വളരെ കോൺഫിഡന്റ് ആയിരുന്നു. പക്ഷെ ഇഷ്വിക്കിനെ ആകർഷിച്ചത് ആ മനോഹരമായ കണ്ണുകളാണ്. അവനെ തുറച്ചു നോക്കുന്ന ആ കണ്ണുകൾ. നൈസ് ടു മീറ്റ് യു ഇഷ്വിക്. എനിക്കറിയാം താൻ ചിന്താവിഷ്ടനായ ശ്യാമളനാവുന്നുണ്ടെന്ന്. ഒറ്റ നോട്ടത്തിൽ ഇങ്ങനെ ആർക്കും ഇതൊന്നും കത്താറില്ലടോ. ഞാൻ അത്രയ്ക്ക് ആർട്ട് ഭ്രാന്തനല്ല, ബട്ട് എന്തോ ഇതിനെ അങ്ങ് ഇഗ്നോർ ചെയ്യാൻ കഴിയുന്നില്ല. Well, that's the point. ആർട്ട് ഒരിക്കലും സിമ്പിൾ അല്ല. അത് നിന്നെ ചിന്തിക്കാൻ പഠിപ്പിക്കണം, ചോദിക്കാൻ പഠിപ്പിക്കണം, അറിയാൻ പഠിപ്പിക്കണം. അവിടെയാണ് ആർട്ട് ഷോസ് ഇറ്റ്സ് റിയൽ മാജിക്. പക്ഷെ ഇത് കാണുമ്പോൾ എനിക്കൊരു മെസ് ഓഫ് ഇമോഷൻസ് ആണ് കാണുന്നത്. ശരിയാ, ജീവിതം ഒരു മെസ് ഓഫ് ഇമോഷൻസ് ആണ്. ആർക്കും അത് മനസ്സിലാവില്ല. ബട്ട് നമ്മൾ എപ്പോ ആക്സെപ്റ്റ് ചെയ്യുന്നു അന്നേരം തൊട്ട് ഇറ്റ് സ്റ്റാർട്ട്സ് ടു മേക്ക് സെൻസ്. അതിന് കുറച്ച് സമയം മാത്രം കൊടുത്താൽ മതി. ഇഷ്വിക്കിന് വീരന്റെ വാക്കുകൾ കേട്ടപ്പോൾ അവന്റെ ഉള്ളിൽ അടക്കി വെച്ച കാര്യങ്ങൾ പറയുന്നത് പോലെ തോന്നി. വീരിൽ നിന്ന് കണ്ണെടുക്കാതെ ഇഷ്വിക് പറഞ്ഞു, അപ്പോൾ അങ്ങനെയും ഇതിനെ കാണാം അല്ലേ? എനിക്ക് കൂടുതൽ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. Take your time. ഞാനിവിടെ ഈ രാത്രി മുഴുവനുണ്ട്. ഓൾസോ ഇതിനെ കുറിച്ച് ആ മുഖത്ത് തന്നെ കുറെ ചോദ്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. ബൈ. ഇഷ്വിക് അവിടെ നിന്ന് നിപ്പിലായിപ്പോയി. വീരിൽ നിന്നും അവന് കിട്ടിയ ഫീലിംഗ് വാസ് സംതിങ് മാഗ്നറ്റിക്. അവൻ പിന്നീട് ദേവിനെ നോക്കി. ദേവാണെങ്കിൽ ഒരു കള്ളച്ചിരിയോടെ ഇഷ്വികിനെ നോക്കുന്നുണ്ട്. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ അവനൊരു പ്രത്യേകം മുതലാ. ആർട്ടിന് മാത്രമല്ല. ആ ശരി ശരി, എന്നാലും ഞാൻ അത്രയ്ക്ക് ഈ ആർട്ടിസ്റ്റിക് തിങ്ങിൽ കൺവിൻസ്ഡ് ആയിട്ടില്ല. Well, നിനക്ക് പറ്റിയ ഒരു ആർട്ട് നീ കണ്ടുപിടിച്ചില്ല എന്ന് വേണേ പറയാം. ബട്ട് ഐ ആം ഷുവർ വീർ ഇവിടെ വെച്ചത് നിർത്തത്തില്ല. ഓ, നേരെ ഇരുണ്ടു. ദേവാണെങ്കിൽ എന്തോ ആവശ്യമുണ്ടെന്ന് പറഞ്ഞു പോയി. പക്ഷെ ഇഷ്വിക് അവിടെ നിന്ന് പോയില്ലായിരുന്നു. അവൻ ചിത്രങ്ങളെ ഫോക്കസ് ചെയ്യാൻ വേണ്ടി നിന്നു. പക്ഷെ അവന്റെ മനസ്സ് വീറുമായുള്ള നിമിഷങ്ങളിലേക്ക് പോവുമായിരുന്നു. പേടിപ്പിച്ച് കളഞ്ഞല്ലോ. താൻ പോയില്ലേ? എന്റെ ഈ തിയറീസ് ഒക്കെ കണ്ട് ഞാൻ തന്നെ പേടിപ്പിച്ചോ? നോ, ഞാൻ ഈ സ്ഥലത്തെ കുറച്ചുകൂടെ അറിയാൻ വേണ്ടി ഇരുന്നതായിരുന്നു. പക്ഷെ താൻ പറഞ്ഞ ശരിയാ, ഇത് കുറേ ഉണ്ട്. എനിക്ക് മനസ്സിലാവും. ഈ ആർട്ട് എന്ന് പറയുന്നത് മനുഷ്യരെ പോലെയാ. നമ്മൾ വിചാരിക്കും നമ്മൾക്കെല്ലാം മനസ്സിലായിന്ന്. പക്ഷെ എന്നാലും അതിനുള്ളിലും വേറൊരു ലെയർ കിടപ്പുണ്ടാവും നമ്മളെ സർപ്രൈസ് ചെയ്യിക്കാൻ. ഡീപ് സ്റ്റഫ് ഫോർ എ ഫ്രൈഡേ നൈറ്റ് ഡ്യൂഡ്. ആർട്ടിസ്റ്റുകളൊന്നും ബ്രേക്ക് എടുക്കാറില്ലേ ഈ ചിന്തകളിൽ നിന്നും? നോപ്പ്, നമ്മൾ വീക്കെൻഡ്സിലാണ് കൂടുതൽ ചിന്തിക്കാറ്. അല്ലെങ്കിൽ നമുക്ക് ഭ്രാന്താവും. പക്ഷെ തന്നെ കാണുമ്പോൾ ഈ ചിത്രങ്ങളൊക്കെ നോക്കി നിൽക്കുന്ന ഒരാളായിട്ട് തോന്നുന്നേ ഇല്ല. ശരിയാ,
ഞാൻ പൊതുവെ ഇത്ര ഫിലോസഫിക്കലല്ല, പക്ഷെ ജീവിതമല്ലേ, പ്ലാൻ ചെയ്യാത്ത പല സിറ്റുവേഷനിലും എത്തിപ്പെട്ടേക്കാം. ചിലപ്പോ അവിടെ നിന്നാണ് ഇഷ്വിക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവങ്ങൾ തുടക്കം കുറിക്കാറ്. എന്തെങ്കിലും ആവട്ടെ, നമുക്കൊരു കോഫി കുടിച്ചാലോ? ഇത്ര നൈറ്റ് ആയിട്ട് പോലും തുറക്കുന്ന ഒരു കഫേ ഉണ്ട്. വൈ നോട്ട്? സോ തന്നെ ഞാൻ ആ ഗാലറിയിൽ നിന്ന് ഈ മഴയത്ത് വലിച്ചു കൊണ്ടുവന്നതല്ലേ? ഐ തിങ്ക് യു ഷുഡ് ടെൽ മീ അബൌട്ട് യുവർസെൽഫ്. ഞാൻ ഈ മഴയത്ത് കൂടെ കൊണ്ടുവന്ന ഈ സ്ട്രേഞ്ചർ ആരാ? അത്രയ്ക്ക് സ്ട്രേഞ്ചർ ഒന്നും അല്ല, എന്നാലും ഞാൻ ഇഷ്വിക്. ഞാനൊരു ആർക്കിടെക്റ്റാണ്. ഈ സിറ്റിയിൽ കുറച്ച് കാലങ്ങളായി ഒരു ഡിസൈൻ ഫേമിൽ വർക്ക് ചെയ്യുന്നു. ഓ, ആർക്കിടെക്ട്, ദാറ്റ്സ് ഇംപ്രസീവ്. അപ്പൊ താൻ ആണ് ബ്ലൂ പ്രിന്റ്സിനെ റിയൽ ബിൽഡിങ്സ് ആക്കാറല്ലേ? ആ, അതുപോലൊക്കെ തന്നെ. എനിക്ക് ആ പ്രോസസ്സ് ഇഷ്ടമാണ്. സ്ട്രക്ചർ ആൻഡ് ക്രിയേറ്റിവിറ്റിയുടെ ആ ഒരു ബ്ലെൻഡിങ് ഇല്ലേ, ദാറ്റ്സ് സംതിങ്. ഒരു ഐഡിയയിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യും. ഒരു ബ്ലാങ്ക് പേജാണ് മുന്നിലുണ്ടാവുക. പിന്നീട് റിയലായ ആൾക്കാർക്ക് നിൽക്കാൻ കഴിവുള്ളൊരു പ്ലാൻ സ്വയം അങ്ങ് എങ്ങനെയെങ്കിലും ക്രിയേറ്റ് ചെയ്യും. ബേസിക്കലി പറഞ്ഞാൽ അതൊരു ആർട്ട് തന്നെയല്ലേ? യു ആർ ക്രിയേറ്റിംഗ് സ്പേസസ് ആൻഡ് എക്സ്പീരിയൻസസ്. അത് പെയിന്റിങ്ങിൽ നിന്നും ഒട്ടും ഡിഫറെന്റ് അല്ല. ബട്ട് നിങ്ങളുടെ ക്യാൻവാസ് ഇത്തിരി വലുതാണെന്നേ ഉള്ളൂ. ട്രൂത്ത്. ചിലപ്പോൾ ഞാൻ ഉണ്ടാക്കിയ ബിൽഡിങ്സ് നോക്കി ഞാൻ ഇങ്ങനെ ചിന്തിക്കും, അയ്യോ ഇത് ഞാൻ ഉണ്ടാക്കിയതല്ലേ, ആൾക്കാരൊക്കെ ഇവിടെ താമസിച്ച് മെമ്മറീസ് ക്രിയേറ്റ് ചെയ്യില്ല എന്നൊക്കെ. അവർ കോഫി കുടിച്ചു. ഇഷ്വികിന്റെ സംസാരത്തിൽ നിന്നും ഇഷ്വിക് എത്രത്തോളം പാഷനേറ്റും അംബീഷ്യസും ആണെന്ന് വീറിന് മനസ്സിലായി. അവരുടെ ഇടയിൽ എന്തോ ഒരു കണക്ഷൻ വീറിന് ഫീൽ ചെയ്തു. അപ്പൊ താൻ ബിൽഡിങ്സ് മാത്രമല്ല ശ്രദ്ധിക്കാറ്, അതിൽ തങ്ങുന്ന ആൾക്കാരെ കുറിച്ചും കെയർ ചെയ്യുന്നുണ്ടല്ലേ? അതെ. എൻ്റെ കുടുംബത്തിനൊന്നും എൻ്റെ വികാരങ്ങൾ ആദ്യം മനസ്സിലായിട്ടില്ല. ബട്ട് ദേ ആർ പ്രൗഡ്. എൻ്റെ അനിയത്തെ പ്രത്യേകിച്ചും. അവൾ എപ്പോഴും എൻ്റെ ലേറ്റസ്റ്റ് പ്രൊജക്ട്സിനെ കുറിച്ചൊക്കെ ചോദിക്കും. ഓ, തനിക്ക് അനിയത്തിയാണുള്ളത്? ടെൽ മീ അബൌട്ട് യുവർ ഫാമിലി. അനിയത്തി ഇപ്പോഴും നാട്ടിലെ ഒരു സ്കൂളിൽ പഠിക്കുക. എൻ്റെ പാരൻസ് അവർ പഴമക്കാരാണ്. ഞാനൊരു എൻജിനീയറോ ഡോക്ടറോ ആവുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഈ ആർക്കിടെക്റ്റ് കൊണ്ടു ചെന്നപ്പോൾ അവർക്ക് ആദ്യം മനസ്സിലായില്ല. അവർ വിചാരിച്ചു ഞാൻ കളിപ്പിക്കുകയാണെന്ന്. പക്ഷേ ഇപ്പോൾ അവർക്ക് കത്തി. ഞാൻ എത്രത്തോളം കഷ്ടപ്പെടുന്നുണ്ടെന്ന് അവർക്കറിയാം. സോ ദേ ആർ പ്രൗഡ്. അച്ഛൻ എൻജിനീയറാണ്. സോ ടെക്നിക്കൽ സൈഡ് പുള്ളിക്ക് മനസ്സിലാവും. അമ്മയാണെങ്കിൽ ആർട്ട് ആൻഡ് ഡിസൈനിലേക്കാണ് കമ്പം. സോ എനിക്ക് വരയ്ക്കാനുള്ള കഴിവ് പുള്ളിക്കാരിയുടെ കയ്യിൽ നിന്നും കിട്ടിയതായിരിക്കാം. That's cool to know. പിന്നീട് ഒരു ശാന്തതയായിരുന്നു അവിടെ. താൻ എപ്പോഴും എനിക്ക് വേണ്ടി ഒരു ബിൽഡിംഗ് ഉണ്ടാക്കിക്കോ. ഗാലറി മേ ബി, നല്ല സ്കൈ വ്യൂ ഒക്കെ ഉള്ളത്. ഐ കുഡ് ഡിസൈൻ ദാറ്റ്. വേണമെങ്കിലേ നമുക്ക് കൊളാബറേറ്റ് ചെയ്യാം. താൻ ആർട്ടും ഞാൻ ഡിസൈനും. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. അവരെ ഷോപ്പിൽ നിന്നും പുറത്തിറങ്ങി. അപ്പോഴും മഴ പെയ്യുന്നുണ്ടായിരുന്നു. ഇഷ്വിക്, ഡാൻസ് വിത്ത് മീ. എന്റെ കൂടെ ഡാൻസ് കളിക്കുന്നു. ഇവിടെയോ? ഈ മഴയത്തോ? ആർ യു സീരിയസ്? വൈ നോട്ട്? ഇങ്ങനെ ഡ്രൈ ആയിരിക്കുന്നത് മാത്രമാണോ ജീവിതം? ഇടയ്ക്കൊക്കെ ഒന്ന് നനയടോ. ആർ യു ഷുവർ യു ആർ നോട്ട് ക്രേസി? ഐ എം ഷുവർ. ആൻഡ് നീയും എന്നെ പോലെ തന്നെ ക്രേസിയാണ്. ബട്ട് നീ പിടിച്ചു വെക്കാൻ മിടുക്കനായത് കൊണ്ടാ ഇങ്ങനെ. ഓക്കെ, ഇത്തിരി കേട്ടിക്കാവുന്നത് ഇറ്റ്സ് ബാഡ്, റൈറ്റ്? ഇഷ്വിക്, നീ എന്നെ പോലെ കെയോട്ടിക്കായ ഒരാളാണെന്ന് എനിക്ക് തോന്നിയേ. നീ അത് കാണിക്കാത്തതല്ലേ? മേ ബി. പക്ഷെ ഇന്ന് ഞാൻ കെയർ ചെയ്യുന്നില്ല. ഞാനെൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഇതുവരെ ചെയ്തിട്ടില്ല. Life is all about firsts, right? നീ ഇതിൽ അത്രയ്ക്ക് മോശമൊന്നും അല്ല കേട്ടോ. എനിക്ക് നല്ല രീതിയിൽ സീരിയസ് ആവണമെന്നുണ്ട്. ബട്ട് താനതിന് സമ്മതിക്കുന്നില്ല. നന്നായി. എനിക്കിത്ര സീരിയസ് താങ്ങാൻ പറ്റും. എനിക്കറിയില്ല ഇപ്പൊ എന്താ സംഭവിക്കുന്നതെന്ന്. But I don't want it to stop. Then let it happen, Ishq. Just എന്റെ കൂടെ തന്നെ ഇങ്ങനെ നിക്ക്. എന്താ തന്നെ വിളിച്ചേ? ഇഷ്ക് എന്ന്. ഇഷ്കോ? കാരണം
എന്തോ എനിക്ക് നിന്നെ കാണുമ്പോ പ്രണയവുമായി സാമ്യം തോന്നുന്നു. ഏനോ ഇതുവരെ എന്നെ അങ്ങനെ വിളിച്ചിട്ടില്ല. താൻ ഞാൻ വിചാരിച്ച ആളെ അല്ല. അല്ല, നീ എന്താ എക്സ്പെക്ട് ചെയ്തേ? ഐ ഡോണ്ട് നോ. താൻ നല്ല റിസേർഡ് ആയിരിക്കും എന്നാ വിചാരിച്ചത്. പക്ഷേ യു ആർ ഓപ്പൺ, ഫ്രീ, അതും ഇങ്ങനൊരു സ്ഥലത്ത്. അതൊട്ടും സിമ്പിൾ അല്ല. എടോ, നമ്മൾ ഓപ്പൺ ആവുന്നതാ സൊസൈറ്റിയിൽ ഫിറ്റ് ആവുന്നതിനേക്കാൾ നല്ലത്. സംടൈംസ് ഇറ്റ്സ് ബെറ്റർ ടു ജസ്റ്റ് ലെറ്റ് ഗോ. ബട്ട് എനിക്ക് ബുദ്ധിമുട്ടാണ്. ഞാൻ വളർന്ന സാഹചര്യമൊക്കെ നോക്കുമ്പോൾ ഐ ഗസ് ഐ നീഡ് ടു ലേൺ ഇറ്റ്. എല്ലാം നിലനിൽക്കാൻ വേണ്ടി ഉണ്ടാക്കിയതല്ല. ഐ തിങ്ക് യു ആർ ഓൾറെഡി ഇനഫ് ഇഷ്ക്. ഇതൊക്കെ സംഭവിക്കുന്നത് തൻ്റെ കൂടെയാണല്ലോ എന്ന് ഓർക്കുമ്പോൾ ഒരാശ്വാസം. ഞാൻ കൂടെ ഉണ്ടോ എന്നും. എനിക്ക് എപ്പോ വേണേലും ഞാൻ കൂടെ ഉണ്ടോ എന്നും. എനിക്ക് എപ്പോ വേണേലും എനിക്ക് എപ്പോ വേണേലും. ഈ ജന്മമെങ്കിൽ അടുത്ത ജന്മം ഞാൻ നിന്നെ തേടി വരും. നമ്മുടെ കുഞ്ഞിനെ നോക്കണേ എന്റെ പൊന്ന്. ഒരു കുഴപ്പമില്ലാതെ ജീവിക്കണേ. ഏയ് ഈഷ്, പാടോ പോവാം. എന്താ ആലോചിക്കണേ? ഒന്നുമില്ല. ഇപ്പൊ നമുക്ക് വേറെ എവിടെയും പോവാം. Okay, here we go. എനിക്ക് തോന്നി ദിസ് വാസ് ഗോയിങ് ടു ബി ഇൻട്രസ്റ്റിംഗ്. Hey guys. Bro, you're late. എല്ലാം ഇഷ്ക് കാരണം. ഞാൻ ഇവിടെ വന്നത് തന്നെ നിന്റെ ഭാഗ്യം. അപ്പഴാ. Oh please. അത് വിടടാ. അല്ല, നിങ്ങളെല്ലാരും എങ്ങനെ ഇവിടെ എത്തി? വീര് പറഞ്ഞ ഇൻസ്ട്രക്ഷൻ വെച്ച് കയറിയത് അവിടെ. അപ്പൊ ഇവരെ കണ്ടപ്പോ വിചാരിച്ചു റൂം മാറുന്നു. ബട്ട് ഇവര് തന്നെ പറഞ്ഞു നിങ്ങളുടെ രണ്ടാളുടെ പ്ലാനാണ് ഇതെന്ന്. പിന്നെ ദേവനെ കണ്ടപ്പോ ക്ലാരിഫൈ ആയി. എന്നിട്ട് പരിചയപ്പെട്ടോ? ഇല്ല, എന്തായാലും എന്റെ അടുത്ത് സ്റ്റാർട്ട് ചെയ്യാം. ഹേ ഗൈസ്, ഐ ആം ജെ. ഞാനാണ് എന്റെ ഗ്രൂപ്പിലെ ഏറ്റവും ഫണ്ണിയസ്റ്റ് പേഴ്സൺ. യു വെൽക്കം. നമ്മൾ എന്നാ വേണം അവിടെ മാറിക്കുനിഞ്ഞൊരു മേരെ. എനി കേസ് ഞാൻ മിസ്റ്റീരിയസ് ആണ് ആൻഡ് ഷാർമിംഗ് ആണ്. എന്റെ ഈ ക്വാളിറ്റീസിലൂടെയാണ് എനിക്ക് ഈ ചെക്കന് കിട്ടി. അയ്യോ, എനിക്ക് തന്നെ അറിയാൻ മേല ഞാൻ എങ്ങനെ ഇവിടെ എത്തിയെന്ന്. മഹനെ ഋഷു, നീ തുടങ്ങ്. ഞാൻ റിഷാൻ, ജയുടെ എല്ലാ തെണ്ടിത്തരങ്ങളും സഹിക്കുന്ന മെയിനാണ്. പിന്നെ ഞാൻ ഇത് എൻജോയ് ചെയ്യുന്നുണ്ടെന്ന് ഞാൻ പ്രിറ്റൻഡ് ചെയ്യാറില്ല. ഓ സത്യസന്ധത കൊള്ളാം. അയ്യോ മതി ഇൻട്രൊഡക്ഷൻ. ഇതെന്താ ക്ലാസ് റൂമോ? ഞാൻ പറയാം. ഇഷ്ക്, ഇവരാണ് എന്റെ ഫ്രണ്ട്സ് റിഷാൻ, റയാൻഷ് ആൻഡ് ജെ. റിഷാൻ ആൻഡ് റയാൻഷ് ട്വിൻസ് ആണ്. ഗൈസ് മീറ്റ് ഇഷ്ക്. ഇഷ്കല്ല, ഇഷ്വികാണ്. ഇഷ്കിന് കിട്ടിയ നിക്നെയിമാണ്. നൈസ് ടു മീറ്റ് യു ഗൈസ്. ആൻഡ് എൻ്റെ ഫ്രണ്ട്സിനെ പരിചയപ്പെടാം. ദിസ് ഈസ് നിതിൻ, അർജുൻ ആൻഡ് എനിക്കറിയാം നിങ്ങൾക്കറിയാവുന്ന ബട്ട് ദേവ്. ഞാൻ അർജുൻ. എനിക്ക് ഒച്ച വെക്കുന്ന ആൾക്കാരൊന്നും തീരെ ഇഷ്ടമല്ല. ഏട്ടൻ്റെ ചിൽ വൈബ് കാണിച്ച ആൾക്കാരെ പൊതുവെ അൺകംഫർട്ടബിൾ ആക്കാറാണ് പതിവ്. ശരിക്കും ലൗഡ് നീയാ. ഞാൻ ലൗഡാണെന്നോ? തമ്പുരാനെ തൊട്ടങ്ങി. നീ എന്താ പറഞ്ഞ അൺകംഫർട്ടബിളാ? ഞാൻ മോനെ നിന്നെക്കാൾ 5 വയസ്സ് മൂത്തതാണ് എന്ന് ഓർക്കണം. നിന്നെ ഒക്കത്തെ വെച്ച് വളർത്തിയതാണ്. എന്നോട് തർക്കിക്കാൻ പറ്റില്ല. ഞാൻ ലൗഡാണ് പോകുന്നത്. ഈശ്വരി പറഞ്ഞാലും കാര്യമുണ്ട്. എന്നിട്ട് നീ എന്നോട് ഇങ്ങനെ പെരുമാറുന്നത് എപ്പോ നോക്കിയാണ് നീ എങ്ങനെ എന്നോട് പെരുമാറുന്നത്? അയ്യോ ശരി അർജുവേട്ടാ, യു ആർ ക്വയറ്റ്. ഓക്കെ, അങ്ങനെ പറ. എനിക്ക് ഇവരെ അറിയത്ത കൂടിയില്ല. എന്താ? അതൊന്നുമില്ല. ഞാൻ ഇൻട്രോഡ്യൂസ് ചെയ്യാൻ വന്നതാ. ഞാൻ നിതിൻ ആൻഡ് എനിക്ക് ബുക്സ് ഒക്കെ ഭയങ്കര ഇഷ്ടം. ഒരു ഇൻട്രൊഡക്ഷൻ പറയുമ്പോ ഇങ്ങനെയാണോ പറയണേ? ആരൊരു ബുക്ക് ഇഷ്ടന്നൊക്കെ പറഞ്ഞാണോ പരിചയപ്പെടണ്ടേ? ഒച്ചപ്പാടുണ്ടാക്കി അമ്മ ക്ലൗഡെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. താൻ എന്തേലും പറഞ്ഞോ? ഏട്ടൻ പറഞ്ഞത് വളരെ ശരിയാന്ന് പറഞ്ഞാ. എന്തായാലും നീ ജയിനെ പോലെ കെട്ടിപ്പിടിച്ച് നടക്കുന്ന കൂട്ടത്തിലല്ലോ. ഭാഗ്യം. ഞാൻ അങ്ങനൊന്നും ചെയ്യാറില്ല. ഇതൊക്കെ ഫ്രണ്ട്ഷിപ്പിന്റെ ഒരു ഭാഗമല്ലേ. നമ്മള് പബ്ലിക്കിലായിപ്പോയി, അതുകൊണ്ട് നീ രക്ഷപ്പെട്ടു. ഈ ദേവുള്ളത് കൊണ്ട് എനിക്ക് ആകെയുള്ളൊരു സമാധാനം. ഒരു വിവരമുള്ളവനെങ്കിലും ഉണ്ടല്ലോ കൂടെ. നിങ്ങളൊന്നും തമ്മിൽ തല്ലി ചാവാതിരിക്കാൻ ഞാൻ തന്നെ വേണം.
എന്നാലും വലിയ ഉറപ്പൊന്നുമില്ല. നമുക്കിനി സാധാരണ മനുഷ്യന്മാരെ പോലെ സംസാരിച്ചൂടെ? യു മീൻ ഊപ്പലും സാർക്കാസവും ഇല്ലാത്ത വർത്താനം? ഒരു കോൺവെർസേഷൻ, അത് 5 സെക്കൻഡ് കൂടുമ്പോഴുള്ള ജയുടെ ഇടക്ക് കയറി വർത്താനം ഒന്ന് ഒഴിവാക്കി കിട്ടണം. അവരുടെ സംസാരം തുടർന്നു. ഇഷ്കല്ലേ? അല്ല, പുതിയ നിക്നെയിം ഒക്കെ കിട്ടിയല്ലോ. ഇഷ്ക്, പ്രണയം. എന്റെ മോനൊന്നും മിണ്ടാതിരി. ഈ ചാട്ട ഇങ്ങോട്ടേക്കാണെന്ന് എനിക്ക് മനസ്സിലായി. ഓ തമ്പ്രാൻ. ചില ആൾക്കാരുടെ വിചാരം ഇവിടെ കണ്ണടച്ച് വാല് പിടിച്ചാൽ ആരും കാണില്ലെന്ന. ചുവക്കലും നാണിച്ച് ചിരിക്കലും. നീ ഇതെന്ത് തേങ്ങയാണോ പറയണേ? കത്തേണ്ടവർക്ക് കത്തിക്കോളും. നമുക്കൊക്കെ എപ്പോഴാണോ ചുവക്കാനും ചിരിക്കാനും പറ്റുക? ഹലോ. എടാ എനിക്ക് പിന്നെയും വന്നതാ. തലവേദനയോ അല്ല നൈറ്റ് മേഴ്സോ? രണ്ടും. നീ ക്ലിനിക്കിൽ വാ. ഓക്കെ ഓക്കെ. എന്നോട് പ്രശ്നം? യു ഓൾറൈറ്റ്? നോ, നോട്ട് അറ്റ് ഓൾ. എന്താ പറ. ഞാനൊരു പെൺകുട്ടിയെ കാണുന്നുണ്ട്. പെൺകുട്ടി മീൻസ് ഒരു 25-26 വയസ്സുണ്ടാവും. അവൾ യുദ്ധം ചെയ്യുന്നുണ്ട്, കുറെ പേരെ കൊല്ലുന്നുണ്ട്, അതിനോടൊപ്പം അവൾ കരയുന്നുമുണ്ട്. ഇറ്റ്സ് ലൈക്ക് ഞാൻ തന്നെ, പക്ഷെ വേറെ ആരോ, ഒരു കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് ലൈഫ്. അതിൻ്റെ ഇടയിൽ ഞാൻ വീറിൻ്റെ വോയിസും കേൾക്കുന്നുണ്ട്. എനിക്ക് വേണ്ടി കാത്തിരിക്കേ, കുഞ്ഞിനെ നോക്കണേ എന്നൊക്കെ പറയുന്നു. അതെന്നോടാണോ എന്ന് പോലും അറിയത്തില്ല. ആൻഡ് ഇറ്റ് ഫീൽസ് റിയൽ ദേവ്, ടു റിയൽ, ആൻഡ് ഇറ്റ്സ് ഹോണ്ടിങ് മീ. ഇത് നീ നിന്റെ സബ് കോൺഷ്യസ് മൈൻഡിൽ നിന്നും മെനഞ്ഞെടുത്ത കഥയാവാം, അല്ലെങ്കിൽ കൂടുതൽ പറയുകയാണെങ്കിൽ ഇറ്റ് ക്യാൻ ബി എ പാസ്റ്റ് ലൈഫ്. നീ കുറെ ഫിക്ഷണൽ സീരീസ് കാണുന്നുണ്ടല്ലേ? No issue. I'm being serious. It happens. Rarely ആണെങ്കിലും ഇങ്ങനത്തെ കേസസ് ഒക്കെ നടക്കാറുണ്ട്. എനിക്കറിയില്ല ദേവ്. ഓൾ ഐ നോ ഈസ് ഈ സ്വപ്നങ്ങൾ കാരണം ഉറക്കം പോയത് എൻ്റെതാ, പ്രത്യേകിച്ച് ആ ശബ്ദം. എന്ത് വന്നാലും ലെറ്റ്സ് ഫിഗർ ഇറ്റ് ഔട്ട്. ഓക്കെ? താങ്ക് യു. ഞാൻ എന്നാ പോട്ടെ. എന്തൊരു അപ്ഡേറ്റ്സ് ഉണ്ട് പറയട്ടാ. ആ അല്ല, ആരിത്? നമ്മുടെ ആർക്കിടെക്ചർ സാറല്ലേ ഇത്? ഓ, കെയോട്ടിക് ആർട്ടിസ്റ്റ് വന്നോ? I like it. എന്താ ഇവിടൊക്കെ? ഞാൻ ജസ്റ്റ് ഇവിടെയൊക്കെ ഒന്ന് കറങ്ങാൻ വന്നതാ. ആ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട്, കറങ്ങാൻ തന്നെയാ വന്നേന്ന്. എടാ മോനെ, ഞാനൊരു ആർട്ടിസ്റ്റാണ്. ഒരാളുടെ മുഖത്തിന് ചെറിയ ചുളിവിന്റെ കാരണം പോലും നമുക്ക് മനസ്സിലാവും. അതുകൊണ്ട് പതറണ്ട. പിന്നെ നിനക്ക് താല്പര്യമില്ലെങ്കിൽ വേണ്ട, പറയണ്ട. അയ്യോ അതല്ല, എനിക്ക് അത് ഞാനിവിടെ ദേവിനെ കാണാൻ വന്നതാ. എന്താ മോനെ, റിയൂണിയനാണോ? അല്ല, കൺസൾട്ടേഷൻ, സൈക്കാട്രി. ഹിസ് എ സൈക്കാട്രി റിസർച്ചർ. അതിൻ്റെ കൂടെ തന്നെ ഒരു ക്ലിനിക്കും നടത്തുന്നുണ്ട്. സോ അവിടെ പോയതാ. അറിയൂ. ഓക്കെ, സൈക്യാട്രി എന്നൊക്കെ പറയുമ്പോ
ആവോ അറിയില്ല. കഴിഞ്ഞ 8 കൊല്ലമായി ഞാൻ ഇത് അനുഭവിക്കുന്നു. ഹാലൂസിനേഷൻസ്? നൈറ്റ്മെയർസ്, റിയൽ നൈറ്റ്മെയർസ്. നീ അതിലെന്റെ വോയിസ് കേൾക്കാറുണ്ടോ? എന്റെ വോയിസ് അത് നിനക്കെങ്ങനെ? പറയുന്നുണ്ടെന്നും തോന്നരുത്. സംഭവം ഞാൻ കള്ളം പറയല്ല, ബട്ട് എനിക്കും ഇതേ അവസ്ഥ തന്നെയാണ്. ആക്ച്വലി എനിക്ക് 6 years മുമ്പ് തുടങ്ങിയതാ. ഞാൻ ആയിട്ട് തന്നെ ഞാൻ മരിക്കുന്നുണ്ട്. ഒരു നിന്നെ പോലെ എന്താ, ഞാൻ എന്നെ കാണാതിരിക്കുന്നില്ല, ഞാൻ എന്നെ കാണുന്നുണ്ട്. കൂടെ ഒരു ഭംഗിയുള്ള പെൺകുട്ടിയെ ഞാൻ സ്വപ്നം കാണുന്നുണ്ട്. ബട്ട് ദാറ്റ്സ് ദ തിങ് വിച്ച് കൺഫ്യൂസസ് മീ. അതെന്താ? ഞാൻ ആക്ച്വലി ഗേ ആണ്. എനിക്ക് 100% ഷുവർ ആണ് അതിനെ കുറിച്ച്. അത് വിട്. ആ പെൺകുട്ടിക്ക് നിന്റെ ഒരു സിമിലർ വോയിസ്. അതാണ് ഞാൻ അന്ന് നിന്റെ അടുത്ത് ആർട്ട് ഗാലറിയിലേക്ക് വന്നത്. ഓ ഓക്കെ. സോ യു ആർ ഗേ ആൻഡ് അപ്പോ ദൈവം പറഞ്ഞതിലും കാര്യമുണ്ട്. എന്താ ദേവി പറഞ്ഞത്? ഇറ്റ് ക്യാൻ ബി എ പാസ്റ്റ് ലൈഫ്. ഓ എനിക്കും തോന്നി. ബട്ട് ഞാൻ എന്നെ കാണുന്നില്ല, ഒരു സ്ത്രീയെയാ കാണുന്നത്. അതിന്റെ അർത്ഥം എന്തായിരിക്കും? എന്റെ അമ്മ ആക്ച്വലി ഇതിലൊക്കെ നല്ല വിശ്വാസമുള്ള ഒരാളാ. അതുകൊണ്ട് നമുക്കൊന്ന്, എനിക്കറിയുന്നൊരു മന്ത്രവാദി പ്ലസ് ജോത്സ്യനുണ്ട്, അയാളെ പോയി ഒന്ന് കണ്ടാലോ? എനിക്കിതിലൊന്നും ആക്ച്വലി ഒരു താല്പര്യമില്ല, പക്ഷെ ഈ ദുസ്വപ്നം ഒന്ന് നിന്ന് കിട്ടിയാ മതി. ഓക്കെ, ഇതാ അവരുടെ വീട്. ആരാ? എന്ത് വേണം? ഇവിടെയുള്ള ശ്രീജഗ ജോത്സ്യനെ കാണാൻ വേണ്ടി വന്നതാ. അയ്യോ, അദ്ദേഹം പോയല്ലോ. അയ്യോ, മരിച്ചുപോയോ? വൃത്തികേട് പറയാതടോ. പുള്ളി BTSന്റെ കോൺസേർട്ടിന് പോയി. എന്റെ കേട്ടിട്ടില്ലേ? BTS, K-pop, പേമെടുത്തവയെ. കേട്ടിട്ടുണ്ട്. അയ്യോ, എങ്ങനെ കേൾക്കാതിരിക്കും? അത്രയും പ്രശസ്തല്ലേ ഫൺതാൻ സോഞ്ഞന്താൻ. ഈ പ്രായത്തിലാണോ അങ്ങനെ അവിടേക്ക് പോയത്? അങ്ങനെ അവിടെ പോകാൻ പ്രത്യേക പ്രായമൊന്നും വേണ്ട. താനൊക്കെ ഏത് കാലത്താണോ ജീവിക്കുന്നത്? BTS ആർമി എങ്ങനെ അറിഞ്ഞാലേ ഇവിടെ പൊടി കൂരമാ. അയ്യോ, ഞാനും ആർമിയൊക്കെ തന്നെയാണ്. എന്റെ വയസ്സ് വിവി. ഞാൻ ജങ്കുക്ക്. അല്ല, എന്റെ ബയാസാണ് ജങ്കുക്ക്. ഓ അങ്ങനെ. എനിക്ക് 7 പേര് ഇഷ്ടം. ജിൻഡ്രി, ജോങ്കുക്ക്, ജിമിൻ, ഷുഗർ, റാം, മോൺസ്റ്റർ, സേഹോ, എല്ലാരും. ആരാ അവിടെ? ഒന്നുമില്ല കുഞ്ഞെ, കുറച്ച് ആൾക്കാരെ പരിചയപ്പെട്ടതാ. അയ്യോ, കാര്യം കൈവിട്ടു. അത് ജഗത് ജോത്സ്യന് പകരം അപ്പു ജോത്സ്യനുണ്ട്. പുള്ളിയുടെ മോനെ കാണുമ്പോ പൊട്ടതാന്നൊക്കെ പറയും, പക്ഷെ ജോത്സ്യ കാര്യത്തില് അല്പം മിടുക്കാം. അച്ഛനെ പോലും കടുത്തു കിട്ടും. അവരോട് വരാൻ പറ. ഓ കുഞ്ഞെ, ചെല്ലു. അപ്പു ജോത്സ്യർ. ഓ ഞാൻ തന്നെ, അപ്പു ജോത്സ്യൻ, സൺ ഓഫ് ജഗത് ജോത്സ്യൻ. ഇൻസ്റ്റയില് ഫോളോ ചെയ്യണോ? ഇൻസ്റ്റയിലോ? എന്തെന്ന് ചെയ്യാനാപ്പാ, ഇപ്പോഴത്തെ പിള്ളേർക്കാണ് നമ്മളെ ജോത്സ്യൊന്നും പറ്റൂല. ഓറും അറിയും അന്ധവിശ്വാസാന്ന്. അതായത് ഇംഗ്ലീഷിലാക്കി പറയോ എല്ലാവർക്കും വ്യത്യസ്തം. ഇപ്പൊ ഒരു പെണ്ണോ ചെറുക്കനോ ഈ ജനിച്ച ഈ കന്നിമാസത്തിലാന്ന് പറഞ്ഞ ഓർ പറയും പട്ടികളെ ഉണ്ടാക്കുന്ന മാസാന്ന്. ഇനി ഞാനവര് ജനിച്ച വിർഗോ മാസത്തിലാന്ന് പറഞ്ഞ ഓഹോ നാട് ഓടുമ്പോ നടുവേ ആവണമെന്നുള്ള അവസ്ഥയാ. എന്താ എനിക്ക് മടുത്തിനി പിള്ളേരെ കൊണ്ട്, ബേസില്ലാത്ത പിള്ളേര്. താങ്കൾ ആക്ച്വലി എവിടെ നിന്നാണ് വരുന്നത്? ഞാൻ വരുന്ന കണ്ണൂര്, തശ്ശേരി, തട്ടത്തിമ്പത്തെ തലശ്ശേരി. അച്ഛനിവിടെ സെറ്റിലായതാപ്പ. ഞാൻ ആടെ ജിൻസിയും പറഞ്ഞില്ല. അത് കേൾക്കാനും ഉണ്ട്. ഇനി കാര്യത്തിലേക്ക് കടത്താം. നിങ്ങളെ രണ്ടാളും കുറച്ച് കാലങ്ങളായി എന്തെന്നോ സൗര്യം വരുന്നില്ലല്ലേ? എങ്ങനെ മനസ്സിലായി?
അയ്യോ മോനെ ബോർഡൊന്ന് വായിച്ചേ. ജോത്സ്യൻ അപ്പു നമ്പൂതിരി. വായിക്കാൻ അറിയാലോ, പള്ളിക്കൂടത്തെല്ലാം പോയിട്ടല്ലേ ഇവനെ. കം ടു ദ പോയിന്റ്. നിങ്ങളെ നക്ഷത്രങ്ങളൊന്ന് പറഞ്ഞ. രേവതി. മകം. ബർത്ത്ഡേ December 30, 1995. September 1, 1997. എന്റെ കയ്യിലൊരു മന്ത്രപുസ്തകമുണ്ട്. അതിൽ നിന്ന് നിങ്ങൾക്ക് നിങ്ങളെ മുജ്ജന്മെല്ലാം കാണാൻ പറ്റും. ഈ ഭാഷയും കൊണ്ട് ഞാൻ നറേറ്റ് ചെയ്താല് കോളാവും. അതൊന്നും എന്റെ പേരിനൊരു ഞാൻ ഇഷ്യൂ. ഇഷ്യൂക്കല്ലേ? എന്നാ ഇഷ്യൂ തന്നോ. ഓക്കെ. Heishi Isamio, omae no yuki ni yori, kono kuni wa mamorareta. Watashi wa omae o hokori ni omou. Kono uji no hitobuto mo natsita. Omae o kono kuni no fukushogun toshite munmei suru koto o kangeete oru. Kondo, omae ni wa dekikoku no uchi, chousen ni mukai teisetsu o shite moraetai. Maitsuki手紙でその国の情報を送るのだ。見てたちが情報を届けるだろう。お前は朝鮮語を話せるのかな？はい。偉大なる師匠たちから学びました。よろしい。では行く。出発は明日だ。教員。侍、勇よ、ようこそ。朝鮮学校の分野にいるのは非常に珍しいことだ。そして、それが私は非常に嬉しい。そうですね。生物ではなく、好奇心と興味が大切だと思います。その通りだ。止まれ、勇。お前の名前と耳の変えねばならぬ。そして、我々は朝鮮語で話さねばならない。はい、先輩。お前は台湾から来た私の妹だという設定だ。実際上でなくとも、私はお前を妹のように思っている。あ、わかりました。兄上、私を妹として考えてくださり感謝します。いいや、気にするな。では、任務を始めよう。誰か変わってていると思う。なんて美しいんだろう。とても魅力的だ。 네 손을 잡은 날 놓치지 말아줘. 이렇게 네가 한 걸음 멀어지면 내가 한 걸음 더 가면 되잖아. 난 너를 사랑해. 난 너를 사랑해. 긴 침묵 속에서 소리내 외칠게. 어리석고 나약하기만 한 내 마음을. あなたは誰ですか？ഇതേതാ ഭാഷ? അത് ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങൾ ആരാണെന്ന്. അത് ഞാനാണ് ചോദിക്കേണ്ടത്. ഞാൻ സ്ഥിരം വരുന്ന വനമാണിത്. എനിക്കും ഈ വനത്തിനും അറിയാം താങ്കൾ പുതിയ ആളാണെന്ന്. അതുകൊണ്ട് പറയൂ, താങ്കൾ ആരാണ്? ഞാൻ ഷ്യൂയി. ഷ്യൂയി? താങ്കളുടെ ജന്മദേശം ഏതാണ്? ഞാൻ തായ്പേയിൽ നിന്നും വരുന്നു. തായ്പേ ദേശക്കാരി എന്താ ഇവിടെ? എല്ലാം അറിഞ്ഞുകൊള്ളണമെന്നുണ്ടോ? അതെ, ഉണ്ട്.
എന്റെ ജ്യേഷ്ഠൻ ഇവിടെയാണ് ജോലി ചെയ്യുന്നത്. ദേശത്ത് ഞാൻ അനാഥയായി. അപ്പോൾ ജ്യേഷ്ഠൻ എന്നോട് ഇവിടേക്ക് വരാൻ ദൂതയച്ചു. അതുകൊണ്ട് ഇങ്ങോട്ടേക്ക് ഞാൻ വന്നു. ഓ, അപ്പോൾ തന്റെ പിതാവ് മാതാവ്? 6 ആണ്ടുകൾക്ക് മുന്നേ ദേശത്ത് ജ്വരം വന്നു ഏവരും പോയി. എന്തോ ഭാഗ്യത്തിന് എനിക്ക് വന്നില്ല. ഓ, താങ്കളിപ്പോ ഇവിടെ എന്താ കാര്യം? 2 നാൾ കഴിഞ്ഞാൽ എന്റെ പിറന്നാളാണ്. കൂടെ പിതാവിന്റെ മാതാവിന്റെ മരണപൂജ കർമ്മങ്ങളും വഹിക്കണം. അപ്പോൾ പൂക്കൾ കണ്ടുപിടിക്കാൻ ഇറങ്ങിയതാ. ഓ, അങ്ങനെയാണോ? ഇനി വേണമെന്നില്ല. ഞാൻ വനമാണെന്ന് വിചാരിച്ചു വന്നതാണ്. ആരുടെയെങ്കിലും സ്ഥലത്തേക്ക് കയറേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. അത് പിന്നെ ഞാൻ പോകുന്നു. ആഹാ, ആരിത്? ബൊംസോക്കോ? ആ, ജിയാൻ ഹാവ്, താങ്കളൊരു ചിത്രം വരച്ചു തരാൻ പറഞ്ഞത് കൊണ്ട് വന്നതാ. ഓ, അതെ അതെ, അത് വന്ന് എന്റെ സഹോദരിക്ക് വേണ്ടിയായിരുന്നു. അവള് പ്രായപൂർത്തിയായി. ഒരു തുണ വേണല്ലോ. എത്രയാന്ന് വെച്ചാ ഞാനിങ്ങനെ നിൽക്കുക. അപ്പോ നാട് നീളെ കാണിച്ചു നടക്കുന്നതിനേക്കാൾ നല്ലത് ഇങ്ങനെ ചിത്രം കാണിക്കുന്നതല്ലേ? അതെ, ശരിയാ. എന്നാൽ അവളോട് വരാൻ പറയൂ. ആ, ഹേ, 小麦修养来下里。 ഗോ ലായാ. ഇവരിത് ഏത് ഭാഷ പറയണേ? ആ, ജ്യേഷ്ഠ പറയൂ. മോളെ, ഇദ്ദേഹം മോള് ചിത്രം വരയ്ക്കാൻ വന്നതാ. ആ, ഞാസയോ. ആ, അനേസയോ. എന്നാ മോളിരിക്കെ, ഇദ്ദേഹം വരക്കട്ടെ. ജിയാനായിരുന്നോ താങ്കളുടെ ജ്യേഷ്ഠൻ? ഇപ്പോഴും ദേഷ്യമാണോ? ഞാനെന്തിനു ദേഷ്യപ്പെടണം? താങ്കൾ എനിക്ക് ആരുമല്ലല്ലോ. ഓ, ഇന്നത്തെ തീയതി എത്രയാ? ഇംസന്യാൻ യുഖോൾ ഫലിൻ. അയ്യോ, എനിക്കൊരു അത്യാവശ്യമുണ്ട്. ജിയാൻ ഹാവോ, ആ, എന്താ ബോ? എനിക്ക് ക്ഷേത്രത്തിൽ ചില കർമ്മങ്ങളുണ്ട്. അത് വഹിക്കാൻ പോയേ പറ്റുള്ളൂ. ചിത്രം കുറച്ചുകൂടെ തീർക്കുവാനുണ്ട്. പിന്നീട് തന്നാൽ പോരെ? ഓ, മതി, താങ്കൾ പൊയ്ക്കോളൂ. ശരി ജിയാൻ, വരട്ടെ. യിങ്. ആ, ഠോ, പേടിപ്പിച്ചു കളഞ്ഞല്ലോ. എന്താ ഈ വനങ്ങളൊക്കെ അത്രയ്ക്കും ഇഷ്ടപ്പെട്ടോ? അത് വീട്ടിൽ കുറച്ച് അതിഥികൾ വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അന്ന് പലഹാരങ്ങള് ഉണ്ടാക്കിയായിരുന്നു. പക്ഷെ കഴിക്കാൻ തരുമ്പോഴേക്കും താങ്കൾ പോയി. പലഹാരങ്ങൾ തരുവാൻ മാത്രമാണോ ഭവതി ഇവിടേക്ക് വന്നത്? എനിക്ക് വിശ്വാസമില്ല. പിന്നെ അല്ലാതെ ഒന്നും എനിക്ക് ഇങ്ങോട്ടേക്ക് വരേണ്ട കാര്യമൊന്നുമില്ല. ശരിയോ? ആ, ശരി, ഞാൻ വിശ്വസിച്ചു. എന്നിട്ട് പലഹാരം എവിടെ? പലഹാരം പലഹാരം അയ്യോ, അത് ആനത് തന്നല്ലോ. ആ ചങ്ങാതി എപ്പോഴും ഇങ്ങനെയാ. പാവം, വിശന്നിട്ടുണ്ടാവും. അയ്യോ, ഞാൻ കഷ്ടപ്പെട്ട് വരച്ചതായിരുന്നു. ഇതിപ്പോ വിഷമിക്കാതെ, ഇനിയും സമയമുണ്ടല്ലോ. നമ്മൾ വീണ്ടും കണ്ടുമുട്ടിയാലോ? എന്നാ ഞാൻ വരട്ടെ. ജ്യേഷ്ഠൻ അറിയാതെയാണ് ഇങ്ങോട്ടേക്ക് വന്നത്. നേരം സന്ധ്യയായി. ഞാൻ ഭവതിയെ വീട്ടിലേക്ക് കൊണ്ടുവിടാം. ആ, ഭവതിയുടെ വിദ്യാഭ്യാസമൊക്കെ? ആയോധന കലകൾ പഠിച്ചിട്ടുണ്ട്. പിതാവ് അവിടുത്തെ ആയോധന കലയിലെ ഗുരുവായിരുന്നു. അപ്പോൾ പിതാവിൽ നിന്നും പഠിച്ചു. പിതാവിന് സ്ത്രീകൾ പഠിക്കുന്നതിനോട് നല്ല താല്പര്യം കാണിച്ച വ്യക്തി കൂടിയാണ്. അതുകൊണ്ട് ഗണിതം, തത്വശാസ്ത്രം, ശാസ്ത്രം ഒക്കെ പഠിച്ചു. അപ്പോൾ എല്ലാം കൊണ്ടും കഴിവുകൾ നിറഞ്ഞ ഒരാളാണല്ലേ? അങ്ങനെയൊന്നുമില്ല. നമ്മുടെ ദേശത്തിലെ സ്ത്രീകൾ പഠിക്കാതെ വീട്ടുജോലിയും ചെയ്ത് ജീവിക്കാനാണ് ഇവിടുത്തെ ആൾക്കാർ നിർബന്ധം പിടിക്കാറ്. എനിക്കതിനോട് തീർത്തും യോജിപ്പില്ല. കാരണം അവരും നമ്മൾ മനുഷ്യരെ പോലെയല്ലേ? ജനിച്ചത് വീട്ടുജോലികൾ ചെയ്യാനും കുടുംബത്തെ നോക്കാനും എന്ന് പറഞ്ഞാൽ ആ ജന്മത്തിന് എന്തർത്ഥമാണുള്ളത്? അതെ, ഞാൻ ഭാഗ്യം ചെയ്തവളാണ്. എന്റെ പിതാവ് പുരോഗമനങ്ങളിൽ വിശ്വസിക്കുന്ന ആളായതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. താങ്കളെ കുറിച്ച് ഇതുവരെ പറഞ്ഞില്ല. ആഹാ, തന്റെ ചരിത്രം മുഴുവൻ എന്നോട് പറഞ്ഞിട്ടും തനിക്ക് എന്നെ കുറിച്ചൊന്നും അറിയില്ലേ? ഞാൻ തമാശ പറഞ്ഞതാ. എന്റെ നാമം കിം ബംസോക്ക്.
ഒരു സാധാരണ കുടുംബത്തിൽ നിന്നും ജനിച്ചു വളർന്നവൻ. ഭവതിയെ പോലെ ആയോധന കലകൾ പഠിച്ചിട്ടുണ്ട്, സ്വരക്ഷയ്ക്ക് വേണ്ടി മാത്രം. എനിക്കിഷ്ടം ചിത്രം വരയ്ക്കാനാണ്, അതുകൊണ്ട് ഞാൻ അതൊരു ജോലിയാക്കി. ഈ ദേശത്തിൽ ഞാൻ ഉൾപ്പെടെ ആകെ 3 ചിത്രകാരന്മാരേ ഉള്ളൂ. അതുകൊണ്ട് നല്ല വരുമാനം ഉണ്ടാക്കുന്നുണ്ട്. എന്റെ പിതാവ് ഞാൻ ജനിച്ചതിന്റെ 2 നാൾക്ക് ശേഷം സർപ്പം വിഷമേറ്റ് പോയി. പിന്നെ വളർത്തിയത് അമ്മയാണ്. അമ്മ ഞാൻ 16 വയസ്സുള്ളപ്പോൾ എന്തോ മാറാരോഗം വന്ന് പോയി. പിന്നെ ഞാൻ മാത്രമായി. സ്വന്തമായി അധ്വാനിച്ച് ഞാനൊരു ഗൃഹവും അതിനു ചുറ്റും ഒരു വനവും സമ്പാദിച്ചു. ഇത്രയും നല്ല കഥയായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. ആട്ടെ, എത്ര വയസ്സുണ്ട്? എനിക്ക് 27 വയസ്സ്. താങ്കൾക്കോ? എനിക്ക് 25. താങ്കൾക്ക് വിവാഹം കഴിക്കാൻ താല്പര്യമില്ലേ? എന്താ, ഭവതിക്ക് താല്പര്യമുണ്ടോ? വെറുതെ പറഞ്ഞതാ. വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കുവാനൊന്നും നേരമുണ്ടായിരുന്നില്ല. കുറെ സ്ത്രീകൾ എന്റെ പക്കൽ വന്ന് കൊഞ്ചാറൊക്കെയുണ്ട്. പക്ഷെ എന്റെ മനസ്സിനൊന്നും തോന്നാത്തത് കൊണ്ട് ഞാൻ ചെവി കൊള്ളാറില്ല. ഓ, പറഞ്ഞ് സമയം പോയതറിഞ്ഞില്ല. വീടെത്തി. അപ്പൊ ശരി, വരട്ടെ. സൂക്ഷിച്ചു പോയിക്കോളൂ. അത് ഞാൻ താങ്കളോടല്ലേ പറയേണ്ടത്? ഈ ദേശത്തിന് മുക്കുമൂലയും എനിക്ക് പാഠമാണ്. അതുകൊണ്ട് ഭവതി അതിനെ കുറിച്ച് ഓർത്ത് വിഷമിക്കേണ്ട ആവശ്യമേ ഇല്ല. ശരി ശരി. ഇസാമി, എന്തായിരുന്നു അവിടെ? താങ്കൾ വിചാരിക്കുന്നത് പോലെയല്ല. ആ വനത്തിനപ്പുറവും കൊട്ടാരവും അതിന്റെ ഉള്ളും നല്ല വൃത്തിക്ക് കാണാൻ പറ്റുന്നതാണ്. ആ വനം പക്ഷെ ബൊമ്മിന് കീഴിലാണുള്ളത്. അതുകൊണ്ട് കണ്ടപ്പോൾ സംസാരിച്ചു. നല്ലത്. നമ്മൾ ഇനിയും വളരെ ജാഗരൂകരായിരിക്കണം. കാരണം കൊട്ടാരക്കാർ ചാരന്മാരുള്ള കാര്യം അറിഞ്ഞിരിക്കുന്നു. നമ്മളെ തേടി അവർ വന്നേക്കാം. നമ്മളെ അവർക്ക് മനസ്സിലാവില്ല. കാരണം സൂര്യരാജ്യത്തിൽ നിന്നും വന്നതുകൊണ്ട് ഒരു സംശയനോട്ടം പോലും ഇങ്ങോട്ടേക്കുണ്ടാവില്ല. എന്നാലും നമ്മൾ സൂക്ഷിക്കണം ഇസാമി. ഏയ് ബുംസോക്ക്, ജിയാനോ, എന്താ ഇവിടെയൊക്കെ? കുറച്ച് മാംസം വാങ്ങിക്കാൻ ഇറങ്ങിയതാണ്. ഓ, ഞാനും. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ജിയാൻ, ഞാനൊരു കാര്യം ചോദിച്ചാൽ താനത് അംഗീകരിക്കുമോ? ഓ, എന്താണെന്ന് വെച്ചാ ചോദിച്ചോളൂ. നമ്മളൊക്കെ സഹോദര പോലെയല്ലേ? ജിയാൻ, അന്ന് പറഞ്ഞത് സഹോദരിയെ വിവാഹം കഴിപ്പിച്ചയക്കാൻ പോവുകയെന്നല്ലേ? ആ, അതെ. എന്നാല് അവളെ എനിക്ക് തരുമോ? ഞാൻ പൊന്നു പോലെ അവളെ നോക്കിക്കോളാം. എനിക്ക് പറയത്തക്ക സ്വത്തുകളോ സമ്പാദ്യമോ ഇല്ല, കുടുംബക്കാരും ബന്ധുക്കളുമില്ല. പക്ഷെ പട്ടിണിയും കഷ്ടപ്പാടും ഏതുമില്ലാതെ അവളെ പോറ്റാനുള്ള കെൽപ്പ് എനിക്കുണ്ട്. ഉറങ്ങാൻ ഒരു നല്ല ഗൃഹവും നടക്കാൻ നല്ലൊരു വനവും, അതാണ് എനിക്ക് ആകെയുള്ള സമ്പാദ്യം. ജിയാന് എന്തെങ്കിലും എതിർപ്പുണ്ടോ? നമ്മൾ കുടിയേറി വന്നവരല്ലേ? ഈ ദേശക്കാരനായ താങ്കൾ അവളെ വിവാഹം ചെയ്താൽ? ഇത്രയും കാലം ഒറ്റയ്ക്ക് വളർന്നപ്പോൾ കൂട്ടനില്ലായിരുന്നു ഒരുത്തനും. അപ്പോൾ എന്റെ സ്വന്തം സ്വയംവരം ചെയ്യുന്നയാളെ ചോദ്യം ചെയ്യാനുള്ള അർഹത ആർക്കില്ല. നമ്മൾ നമ്മുടെ പിതാവിന്റെ വാക്കുകൾ കേട്ട് വളർന്നവരാണ്. ആ ഒരു കാര്യം കൊണ്ട് പറയുകയാണ്, എന്റെ സഹോദരിയുടെ അനുവാദം വേണം. വാക്കുകൾ കൊണ്ടല്ല, അവളുടെ മനസ്സുകൊണ്ട് അവൾ സമ്മതിക്കണം. ഞാനിപ്പോൾ അവളോട് ആ കാര്യം പറയുന്നില്ല. പക്ഷെ തനിക്ക് എന്ന് അവളുടെ സമ്മതം കിട്ടുന്നോ അന്നേരം ഞാൻ പക്കൽ വരും. ഞാൻ നിങ്ങളുടെ വിവാഹം നടത്തിത്തരും. മതി, അത് മതി. അവളുടെ സമ്മതത്തിന്റെ കാര്യം ഇനി ഞാൻ നോക്കിക്കൊള്ളാം. തനിക്ക് വിഷമമൊന്നുമില്ലല്ലോ അല്ലേ? എന്ത് വിഷമമാടോ? തന്നെ കുറിച്ച് എനിക്ക് കഴിഞ്ഞ 5 ആണ്ടുകളായി അറിയാം. താനത്ര മോശമൊന്നും അല്ല. തന്നെ പോലൊരാൾ എന്റെ സഹോദരിയെ ചോദിച്ചു വന്നാൽ ഞാൻ അഭിമാനത്തോടെ അവിടെ നിങ്ങൾക്ക് തരും. എന്താ ഇവിടെ? എനിക്കെന്താ, വന്നൂടെ? അങ്ങനെയൊക്കെ ചോദിച്ചാൽ വേണമെങ്കിൽ ഞാൻ പോവാം. നിക്ക്. അപ്പോഴേക്കും പിണങ്ങിയോ? ഇണങ്ങിയാലല്ലേ പിണങ്ങാൻ പറ്റുള്ളൂ. എന്നാലൊന്ന് ഇണങ്ങിയാലോ? ശ്ശേ, ഷ്യൂയിങ് അല്ലേ? അപ്പോഴേക്കും മറന്നോ? അയ്യോ അല്ല, എനിക്കെന്തോ
ഈ പേര് വിളിക്കാൻ ഒരു ബുദ്ധിമുട്ട്. എന്നാ താങ്കൾ എനിക്ക് നല്ലൊരു പേരിട്ടോളൂ. ജുവോൻ. ആഹാ, നല്ല പേരാണല്ലോ, വളരെ നല്ല അർത്ഥവും. അതെ, വിലമതിക്കാനാവാത്തതും നിത്യമായുള്ളതും. നീ എന്റെ പെണ്ണായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോവാ ജുവോൻ. ജുവോനിൽ നിന്നും കിം ജുവോൻ. അതെ, എന്താ ആലോചിക്കുന്നേ? നിന്നെ അല്ല, പേരിനെ കുറിച്ച് ചിന്തിച്ചതാണ്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, താൻ പ്രണയിച്ചിട്ടുണ്ടോ? ഇല്ല, പ്രണയിക്കാനൊന്നുമുള്ള സമയം എനിക്ക് കിട്ടിയിരുന്നില്ല. പ്രണയിക്കണമെന്ന് തോന്നിയിട്ടുണ്ടോ? ഉണ്ട്. പല കുടുംബങ്ങളെയും കാണുമ്പോൾ എനിക്ക് ആഗ്രഹം വരും, ഒരു കുടുംബം എനിക്കുണ്ടായിരുന്നെങ്കിലെന്ന്. ഒരമ്മയാവാൻ, ഒരു ഭാര്യയാവാൻ, ഒരു കാമുകിയാവാൻ. ഞാനൊരു സ്ത്രീയല്ലേ? അതെ. ദിവസങ്ങൾ കടന്നുപോയി. അവർ തമ്മിൽ കണ്ടുകണ്ട് എവിടെയോ എപ്പോഴോ അവരുടെ ഉള്ളിൽ പ്രണയം പൊട്ടിമുളച്ചു. ഇതിന്റെ ഇടയിലും ഇസാമി ചാരപ്രവർത്തനം കെങ്കേമമായി കൊണ്ടുപോയി. പല രാജരഹസ്യങ്ങളും അവൾ കണ്ടുപിടിച്ചു. ഇസാമി, ദേശത്തിൽ നിന്നും ദൂത് വന്നിട്ടുണ്ട്. നിന്റെ പ്രവർത്തനങ്ങളിൽ ദേശം വളരെ അഭിമാനിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. തിരിച്ച് ദേശത്തേക്ക് ജോലി കഴിഞ്ഞു പോയാൽ മുഴുവൻ ചെലവുകളും രാജാവ് വഹിക്കുമെന്ന് പറഞ്ഞു. ഇസാമി, എന്തുപറ്റി? ആ മുഖത്ത് ഞാൻ സന്തോഷം പോയിട്ട് ഒരു തെളിച്ചം പോലും കാണുന്നില്ല. താങ്കൾ പറഞ്ഞത് ശരിയാണോ? ഞാൻ സൂക്ഷിക്കണമായിരുന്നു. എന്താ ഇസാമി, ബൊമ്മാണോ? ചെറുപ്പത്തില് അമ്മ അച്ഛനും ഇല്ലാതെ വളർന്ന ഒരു പെൺകുട്ടിയാണ് ഞാൻ. അന്നേരം പ്രണയം പോയിട്ട് സ്നേഹം എന്താണെന്ന് കൂടി അറിഞ്ഞിട്ടില്ല. പിന്നീട് ഞാൻ സൈന്യത്തിൽ ചേർന്നപ്പോൾ അവിടെയുള്ള ആൺകുട്ടികളും കുറച്ച് പെൺകുട്ടികളുമായിട്ട് കൂട്ടുകൂടിയപ്പോൾ അന്നേരമാണ് സ്നേഹം എന്താണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ പ്രണയം എന്താണെന്ന് കൂടി അറിയില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ സ്വന്തം രാജ്യത്തിന്റെ മാനം കാക്കാൻ ശത്രു രാജ്യത്തിലെത്തിയപ്പോൾ ശത്രുരാജ്യത്തിലെ ഒരു സാധാരണക്കാരനുമായി ഞാൻ പ്രണയത്തിലായി. എനിക്കറിയാം ഇതൊരു വലിയ തെറ്റാണെന്ന്. അത്യാഗ്രഹി ആയതുകൊണ്ടായിരിക്കും. എനിക്ക് ബൊമ്മനെയും വേണം, എന്റെ രാജ്യവും വേണം. നിനക്കറിയോ എന്നറിയില്ല, പക്ഷേ ഇപ്പം എന്റെ സഹോദരി എന്ന രീതിയിൽ നിന്നെ കല്യാണം കഴിച്ച് കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. എന്താ? അതെ, നിന്നെ വിവാഹം കഴിക്കാനുള്ള അദ്ദേഹത്തിന്റെ താല്പര്യം എന്നോട് പ്രകടിപ്പിച്ചു. ഞാൻ എതിർത്ത് പറഞ്ഞില്ല, പക്ഷെ നിന്റെ സമ്മതം വേണമെന്ന് പറഞ്ഞു. എനിക്കറിയില്ലായിരുന്നു തനിക്ക് അദ്ദേഹത്തോട് പ്രണയമായിരുന്നു എന്ന്. പക്ഷെ ഇസാമി, നീ പറഞ്ഞതിലൊരു കാര്യമുണ്ട്. നമ്മുടെ ചാരപ്രവർത്തനം വളരെ ഭംഗിയായി ചെയ്യാം. അദ്ദേഹത്തെ വിവാഹം കഴിച്ചാൽ അദ്ദേഹം പോലും അറിയാതെ നമുക്ക് സുഖമായി മുന്നോട്ട് പോവാം. അതും ശരിയാണല്ലേ? നല്ല വശങ്ങളും ചിന്തിച്ചു നോക്കൂ ഇസാമി. നമ്മുടെ രാജ്യത്തിന് വേണ്ടി ഏതറ്റവും പോകണം എന്നല്ലേ നമ്മൾ സത്യം ചെയ്തത്. പക്ഷേ ഇസാമി, നീ ആദ്യം കയറി അദ്ദേഹത്തോട് പറയാൻ നിൽക്കരുത്. അദ്ദേഹം എന്ന് പറയുന്നു അന്നേരം മാത്രമേ സമ്മതം കൊടുക്കാവൂ. ശരി ജ്യേഷ്ഠ. നീ പേടിക്കണ്ട, ഒരു ജ്യേഷ്ഠനായി എല്ലാ കർമ്മവും ഞാൻ നിർവഹിക്കും. രാജാവിനെ ഞാൻ ദൂതയച്ചു കൊള്ളു. ഇത്ര സ്നേഹം കിട്ടാൻ ഞാൻ എന്ത് മുൻജന്മ സുഹൃതമാണ് ചെയ്തതെന്ന് എനിക്കറിയില്ല. എന്നാലും നന്ദിയുണ്ട് ജ്യേഷ്ഠ. എനിക്ക് പിറക്കാതെ പോയ സോദരി, അതാണ് നീ. ഇപ്പൊ ചെല്ല്, കിടന്നുറങ്ങും. ഇസാമി, എന്നോട് ബോം നിന്നെയും കൂട്ടി അമ്പലത്തിലേക്ക് പോകാൻ പറ്റുമെന്ന് ചോദിച്ചു. ഉത്സവമല്ലേ, എനിക്ക് എന്തായാലും പോകാൻ പറ്റില്ല. നിനക്ക് പോകുന്നതിന് വിരോധമുണ്ടോ? ഇല്ല, ഞാൻ പോയിക്കോളാം. ജുവോനി? ഓ, ബൊമ്മായിരുന്നു. അപ്പോൾ ഞാൻ തന്ന പേര് ഓർത്തു വെച്ചു അല്ലേ? അത് പിന്നെ ജുവോനി, എനിക്കൊരു വലിയൊരാഗ്രഹമുണ്ട്. അത് നടക്കണമെങ്കിൽ തന്റെ സമ്മതം എനിക്ക് വേണം. എന്താ? എന്ത് വേണമെന്നാ? ജുവോനി, എന്നോട് ദേഷ്യപ്പെടരുത്. പക്ഷേ എനിക്കിത് പറഞ്ഞേ പറ്റുള്ളൂ. ധൈര്യമായി പറഞ്ഞോളൂ. എനിക്കിതിനു മുൻപ് ഇതുവരെ തോന്നാത്ത ഒന്നാണ് പ്രണയം. ഞാൻ എപ്പോഴും ആലോചിക്കും, എങ്ങനെയാണ് മനുഷ്യർ പ്രണയിക്കുന്നതെന്ന്. എനിക്കിതുവരെ തോന്നിയില്ല എങ്ങനെയാണെന്ന്, നിന്നെ കാണുന്ന ദിവസം വരെ.
താനെന്ന് എന്റെ വനത്തിൽ വന്നപ്പോൾ തൊട്ടുള്ള ഓരോ ദിവസം തന്നോടുള്ള എന്റെ ഈ പ്രണയത്തിന്റെ ആഴം കൂടിയിട്ടേ ഉള്ളൂ. ജവാനി 사랑합니다. 냈습니다 할 때까지 그대와 함께하고자 하느라 사랑합니다. 나도 한 그대를 사랑하노라. 참인가? 진실로 그런가? സത്യമായും സത്യമായി പറഞ്ഞതാ. എന്താണെന്ന് എപ്പോഴാണെന്ന് അറിയില്ല. പക്ഷെ എങ്ങനെയോ എനിക്കും താങ്കളോട് പ്രണയായി. ജോണി, ഈ ലോകത്തിൽ ഇപ്പൊ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഞാനാണ്. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്നാലേ വിശ്വാസം വരാൻ ഞാനൊരു സാധനം തരാം. കനവിൽ കളിയാടുന്നു തീരാമോഹം ഉടനാർന്നവളെ ആരോ ശ്ശോ, ഇതൊക്കെ വിവാഹം കഴിഞ്ഞ് ചെയ്യേണ്ടതല്ലേ? അശ്ശേ. താൻ ഈ ചന്ദ്രനെ കണ്ട ഭൂമി ആ, ഈ ദേശത്തില് നിന്ന് കുറേ ദൂരെ ഭാരതം എന്ന് പറഞ്ഞ ദേശമുണ്ട്. അവിടെ കൊല്ലത്തിൽ ഒരിക്കൽ പൂർണ്ണചന്ദ്രൻ ഉദിച്ചതിന് ശേഷം 4-ാം നാൾ വിവാഹിതയായ സ്ത്രീകൾ വ്രതമനുഷ്ഠിച്ച് ചന്ദ്രനെ കാണാൻ കാത്തിരിക്കും. എന്നിട്ട് അവരുടെ ഭർത്താവിന് മുന്നിൽ നിർത്തി ആ പൂർണ്ണചന്ദ്രനെ നോക്കിയതിനു ശേഷം തന്റെ ഭർത്താവിനെ നോക്കും. ആ പൂർണ്ണചന്ദ്രനെ പോലെ ഒരിക്കലും മായാതെ തന്റെ പ്രാണനാഥൻ എന്നും അടുത്ത് നിൽക്കാൻ വേണ്ടി അവർ പ്രാർത്ഥിക്കും. എന്താല്ലേ ഇത് പറയാൻ കാരണം? അടുത്ത ആഴ്ച ആ ദിവസം വരികയാണ്. എനിക്കും ആ വ്രതം അനുഷ്ഠിക്കണമെന്നുണ്ട്. അതിന് നമ്മുടെ വിവാഹം കഴിഞ്ഞിട്ടില്ലല്ലോ. അതെ, അടുത്ത ആഴ്ച വരെ സമയമുണ്ട്. നമുക്ക് നാളെ വിവാഹം ചെയ്താലോ? അത്ര പെട്ടെന്നോ? എന്നോട് താങ്കൾ തന്നെയല്ലേ ഇഷ്ടമാണെന്ന് പറഞ്ഞേ? അയ്യോ, അങ്ങനെയല്ല, പെട്ടെന്നായതുകൊണ്ട്. ആ, കുഴപ്പമില്ല. നിന്നെ എന്റെ പത്നിയാക്കുവാനല്ലേ പൂർണ്ണ സമ്മതം. നാളെ രാവിലെ ഈ ക്ഷേത്രത്തിന്റെ മുന്നിൽ വെച്ച് നമ്മുടെ വിവാഹം. ആരുമില്ലാതെ ഞാനും നീയും നിന്റെ ജ്യേഷ്ഠനും മാത്രം. ഒരു ചന്ദ്രൻ, കുറച്ച് ദൈവങ്ങൾ. എന്നാൽ പോയാലോ? ഏയ്, അങ്ങനെ ഞാൻ തിരിച്ചു വന്നിരിക്കുകയാണ് ഗൈസ്. ഒരു കംബാക്ക്. സംഭവം ഇത്രയും പെട്ടെന്ന് എനിക്കറിയാം. നല്ല രീതിക്ക് എഡിറ്റിങ്ങിൻ്റെ പ്രശ്നങ്ങൾ നല്ല രീതിക്കുണ്ട്. പ്രശ്നങ്ങൾ മീൻസ് ഞാൻ കുറച്ചുകൂടി ഡിസ്ക്രിപ്റ്റീവായി കുറച്ച് വീഡിയോ സീൻസൊക്കെ ഇട്ടിട്ട് ഇതൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചാൽ അപ്പോഴാണ് പണിയുമായി എൻ്റെ ഫോൺ വന്നത്. എൻ്റെ ഫോണിൽ 2 വരകൾ വന്നു. അതെ, എൻ്റെ ഡിസ്പ്ലേയുടെ 2 വരകൾ വന്നു. സാംസങ് ആയിട്ട് പോലെ അവരെന്നെ പറ്റിച്ച് കളഞ്ഞു. കുഴപ്പമില്ല, ഫ്രീ ആയിട്ട് അത് ചെയ്യാനുണ്ട്. അപ്പം എന്നോട് ഒരു ഇപ്പോൾ ഇന്ന് 10 ഡിസംബർ, ഞാനൊരു 13 ആയിരിക്കും. 13 ഡിസംബർ ആകുമ്പോൾ എനിക്ക് ഫോൺ കൊടുക്കണം. ഫോൺ കൊടുത്തല്ല, പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മുഴുവൻ സാധനങ്ങളും പോവാൻ ചാൻസ് ഉണ്ട്. അപ്പം ഇതിപ്പോൾ വീഡിയോ ഇട്ടിട്ട് സാധനം പോയാൽ പിന്നെയും പറയാനുണ്ട്. എനിക്ക് നാളെ എക്സാമാണ്. ഓക്കെ, നാളെ മീൻസ് 11 ഡിസംബറിന് എനിക്ക് എക്സാമാണ്. എനിക്ക് വലിയൊരു എക്സാമാണ്, എൻ്റെ സെമ്മാണ്. അപ്പോൾ അതിൻ്റെ ഇടയിലും ഞാനിങ്ങനെ ചത്ത് വീഡിയോ എഡിറ്റ് ചെയ്ത് ഞാൻ ഇട്ടതാണ്. അപ്പോൾ അതിൻ്റെ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാവും, ക്ഷമിക്കണം. ഓക്കെ, പിന്നെ നല്ല നീണ്ട കഥയാണോ എന്ന് ചോദിച്ചാൽ 1 ഷോട്ടിന് നല്ല നീണ്ട കഥയാണിത്. ഒരു 1 ഷോട്ട് എന്ന് പറയുന്നത്, ഇത് 2 ഷോട്ടാണ്. ഓക്കെ, ദിസ് ഈസ് എ 2 ഷോട്ട്. സോ ഇപ്പോൾ ഇതാണ് പാർട്ട് ബി ആയിട്ട് ഞാൻ എൻ്റെ ഫോണൊക്കെ നന്നാക്കിയിട്ട് എപ്പോഴേലും വരുന്നത്. എപ്പോഴേലും അല്ല, ഞാൻ ജനുവരി ആകുമ്പോഴേക്കും എത്തും മിക്കവാറും. ജനുവരിയോ ഡിസംബർ ലാസ്റ്റോ ഈ മാസം ചിലപ്പം വരുമായിരിക്കണം. അപ്പം ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ കമൻസ് ഇടുക. പിന്നെ ഇത് എൻ്റെ കഥയാണ്. ഓക്കെ, മേരാ സ്റ്റോറി ഹേ, എൻ്റെ കഥയാണ്. എവിടുന്നെങ്കിലും വല്ല സാമ്യമുണ്ട്, അത് സാമ്യം മാത്രമാണ്. അതുകൊണ്ട് ഞാൻ ഡിസ്ക്ലൈമറിൽ വൃത്തിക്ക് എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം എന്താണ്, അത്രയേ ഉള്ളൂ. ആൻഡ്
ഇത്ര ദിവസത്തെ സപ്പോർട്ടും പിന്നെ നിങ്ങളുടെ കമൻസും എല്ലാം കണ്ട് വായിച്ച് ഞാൻ ഹാപ്പി ആയിരിക്കുകയാണ്. താങ്ക് യു ഗൈസ്, താങ്ക് യു ആമീസ്. ഓൾസോ കണ്ടോളൻസസ് ടു യോൺതാൻ. എൻ്റെ ഫേവററ്റ് പപ്പിയായിരുന്നു, അത് പോയി. അപ്പം ഞാൻ എൻ്റെ കണ്ടോളൻസസ് രേഖപ്പെടുത്തുന്നു. ഞാൻ കൂടുതലായിട്ടൊന്നും ഇട്ടില്ല, എക്സാംസിൻ്റെ ഇടയിലായതുകൊണ്ട് ഞാൻ കൂടുതൽ ആയിട്ട് വന്നില്ല. ഒരു പോസ്റ്റിൽ ഞാൻ ഒതുക്കി, എനിക്കതൊരു പോസ്റ്റിൽ ഒതുക്കാൻ പാകത്തിനുള്ളൊരു വികാരമല്ല. സോ യോൺതാൻ എൻ്റെ കണ്ടോളൻസസ്. ഓൾസോ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഒബ്വിയസ്ലി. ആൻഡ് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, കമൻറ്റ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കമൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. എന്താണ് അങ്ങനെ എനിക്ക് മോട്ടിവേഷൻ. ഈ പരീക്ഷയുടെ ഇടയിൽ ഞാൻ എഡിറ്റ് ചെയ്തില്ല, നിങ്ങൾ കമൻറ്റ് ഇട്ട് എൻ്റെ മോട്ടിവേഷനാണ്. ഓക്കെ, സോ ബൈ ആമീസ്, ലവ് യു.